അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സെഹ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ഇവിടെ ഒരു കുക്കർ ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വലിയ ഉള്ളി, പച്ചമുളക് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ഒരു ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. കുക്കർ ആയതുകൊണ്ടാണ് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചാൽ വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മല്ലിപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചൂടാറിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഇതിലാണ് ഇനി നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തണം. ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നും കൂടെ അത് തിളപ്പിച്ചെടുക്കണം. ഹോട്ടൽ ചിക്കൻ കറിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കസൂരി മേത്തി. അത് കുറച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് അറുതി കൊടുത്തിട്ട് വേണം അതിലിട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കറിക്ക് ഇത് എന്തായാലും നിർബന്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉലുവയുടെ ഉണങ്ങിയ ഇല പൊടിച്ചതാണിത്. ഇതുപോലെ ഗ്രേവി തിക്കായിട്ടുള്ളതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയിടല നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ അതേ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.